എല്ലാവർക്കും ആത്മനമസ്കാരം. ദേവി മഹാത്മ്യം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ദേവി കവചം ശ്ലോകം 41. ത്രൈലോക്യേ തു ഭവേത് പൂജ്യ കവചേന ആവൃതഃ പുമാൻ ഇദം തു ദേവ്യാ കവചം ദേവാനാം അപി ദുർലഭം. യഃ പഠേത് പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാ അന്വിതഃ ദൈവികലാ ഭവേത് തസ്യ ത്രൈലോക്യേ ച അപരാജിതഃ. അർത്ഥം: ത്രൈലോക്യേ തു ഭവേത് പൂജ്യ. ത്രൈലോക്യേ, ഈ 3 ലോകങ്ങളിലും, തു ഭവേത് പൂജ്യ, പൂജിതനായിത്തീരും. കവചേന ആവൃതഃ പുമാൻ, ദേവീ കവചത്താൽ സംരക്ഷിക്കപ്പെട്ട പുമാൻ, പുരുഷൻ എന്ന്. അതായത് ഈ ദേവീ കവചം കൊണ്ട് സംരക്ഷിതനാകുന്ന പുരുഷൻ, അവൻ 3 ലോകങ്ങളിലും പൂജനീയനായി തീരും. ഇദം തു ദേവ്യാഹ കവചം, ഈ ദേവി കവചത്തെ ദേവാനാമപി ദുർലഭം, ദേവന്മാർക്കു പോലും ദുർലഭമാണ്. ദേവന്മാർക്കു പോലും ദുർലഭമായിട്ടുള്ള ഈ ദേവി കവചത്തെ യഹ പഠേത് പ്രയതോ നിത്യം, എന്നും, നിത്യം, എന്നും. യഹ പഠേത് പ്രയതോ, ആരാണോ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധയഃ അന്വിതഃ, ശ്രദ്ധയോടുകൂടിയും ഉത്സാഹത്തോടുകൂടിയും ഈ ദേവി കവചത്തെ ജപിക്കുന്നത്, ചൊല്ലുന്നത്, ദേവീ കല ഭവേത് തസ്യ, അവന് ദേവിയുടെ കല, അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കുകയും, തസ്യ, അവന് ത്രൈലോക്യേ ച അപരാജിതഃ, അവനെ 3 ലോകങ്ങളിലും തോൽക്കപ്പെടാത്തവനായി തീരുകയും ചെയ്യും എന്നാണ് ഈ ശ്ലോകത്തിൽ 41-42 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഈ ദേവി കവചം കൊണ്ട് സംരക്ഷിതനാകുന്ന മനുഷ്യൻ, ദേവി കവചം നിത്യവും ജപിക്കുന്ന മനുഷ്യൻ 3 ലോകങ്ങളിലും പൂജനീയനായി തീരും. അതുപോലെ ദേവന്മാർക്കു പോലും ദുർലഭമായ ഈ ദേവി കവചത്തെ ദിവസവും 3 സന്ധ്യകളിലും ശ്രദ്ധയോടെയും ഉത്സാഹത്തോടും കൂടി ജപിക്കുന്നവന് ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുകയും അവൻ 3 ലോകങ്ങളിലും തോൽക്കപ്പെടാത്തവനായി തീരുകയും ചെയ്യുമെന്ന്. അതായത് അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല എന്നാണ്. അവനെ പൂർണ്ണ ശക്തിവത്താക്കുന്നത് ദേവിയാണ്. ആ ദേവി കവചം കൊണ്ട് സംരക്ഷിതനായവനെ പിന്നെ ആർക്കും, ആ കവചത്തെ ലംഘിച്ചുകൊണ്ട് ആർക്കും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 43. ജീവേത് വർഷശതം സാഗ്രം അപമൃത്യു വിവർജിതഃ നശ്യന്തി വ്യാധയ സർവേ ലുതാ വിസ്ഫോടകാദയഃ. ജീവേത് വർഷശതം സാഗ്രം, ജീവേത് ജീവിച്ചിരിക്കുന്നു, വർഷശതം 100 വർഷം, സാഗ്രം എന്ന് വെച്ചാൽ പൂർണ്ണ ആയുസ്സോടെ, അപമൃത്യു വിവർജിത, അപമൃത്യുവില്ലാതെ, അതായത് ദേവീ കവചം നിത്യവും ജപിക്കുന്നവന് അപമൃത്യുവില്ലാതെ 100 വർഷം പൂർണ്ണ ആയുസ്സോടുകൂടി അവൻ ജീവിച്ചിരിക്കുന്നു. ലുത വിസ്ഫോടക ആദയഃ, ലുത വസൂരി തുടങ്ങിയ എല്ലാവിധ അസുഖങ്ങളും വ്യാധികളും, നശ്യന്തി വ്യാധയ സർവേ, എല്ലാവിധ വ്യാധികളും നശിക്കുന്നു, ഇതൊന്നും തന്നെ അവനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദേവീ കവചം നിത്യവും ജപിക്കുന്നവന് വസൂരി മുതലായ വലിയ വലിയ മാരകമായ അസുഖങ്ങളൊന്നും തന്നെ അവനെ ബാധിക്കുകയില്ല, അതൊക്കെ നശിച്ചു പോകുന്നു. അതുപോലെ പൂർണ്ണ ആയുസ്സോട് കൂടിയിട്ട് തന്നെ അവൻ 100 വർഷം ജീവിച്ചിരിക്കുകയും അപമൃത്യുവില്ലാതെ ജീവിച്ചിരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ശ്ലോകം 44, 45, 46, 47 ശ്ലോകങ്ങൾ നമ്മൾ ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് അർത്ഥം പൂർത്തിയാവുന്നത്. സ്ഥാവരം ജംഗമം ച അഭി കൃത്രിമം ച അഭി യദ്വിഷം ആഭിചാരാണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂചരാ ഖേചരാ ഹ ച ഏവ ഖേചരാശ്ചൈവ എന്നാൽ ഖേചരാ ഹ
ച ഏവ ജലജാഹ ച ഔപദേശികാഹ സഹജാഹ കുലജാ മാലാ ഢാകിനീ ശാകിനി തഥാ അന്തരീക്ഷഛരാ ഘോരാः ഢാകിന്യാः ച മഹാബലാः ഗ്രഹഭൂതപിശാചാः ച യക്ഷഗന്ധർവരാക്ഷസാः ബ്രഹ്മരാക്ഷസവേതാളാः കുഷ്മാണ്ഡാ ഭൈരവാദയः നശ്യന്തി ദർശനാത് തസ്യ കവചേ ഹൃദി സംസ്ഥിതേ. അർത്ഥം: സ്ഥാവരം ജംഗമം ച അഭി കൃത്രിമം ച അഭി യദ്വിഷം. അതായത് ദേവീ കവചം ജപിക്കുന്ന ഒരു ഭക്തനെ സ്ഥാവരം, അതായത് സ്ഥിരമായി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഈ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ, അതായത് ചില ഫലങ്ങൾ കഴിക്കുന്നത് വിഷമുള്ള ഫലങ്ങളായിരിക്കും. അപ്പൊ വൃക്ഷങ്ങൾ ചിലത് ദോഷം ചെയ്യുന്ന, അതായത് വിഷമുള്ള ഫലങ്ങളെ നൽകുന്നതാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങളിൽ നിന്നുള്ള വിഷം. ഇനി ജംഗമം എന്ന് വെച്ചാൽ ചലിക്കുന്നത് എന്ന് വെച്ചാൽ സർപ്പങ്ങൾ, നാഗങ്ങൾ, അതിൽ നിന്നുള്ള വിഷം. ഇനി കൃത്രിമമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന യദുവിഷം. ഇവയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് ഏതു തരത്തിലുള്ള വിഷമാണോ, ഇതൊന്നും തന്നെ ആ ഒരു ദേവീ ഭക്തനെ ബാധിക്കുന്നില്ല, ദേവീ കവചത്താൽ സംരക്ഷിതനായ ഭക്തനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഭൂതലേ എന്ന് വെച്ചാൽ ഭൂമിയിൽ മന്ത്രയന്ത്രാണി ആഭിചാരാണി സർവാണി, അതായത് മന്ത്രങ്ങൾ കൊണ്ടൊക്കെ, മന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുള്ള ആഭിചാര കർമ്മങ്ങളൊന്നും തന്നെ ദേവീ കവചത്താൽ സംരക്ഷിതനായ ഭക്തനെ ബാധിക്കുന്നില്ല എന്ന്. അപ്പൊ ദേവീ കവചത്താൽ സംരക്ഷിതനായ ഭക്തന് വരുന്ന ആ മഹത്വമാണ് ഇവിടെ പറയുന്നത്. യാതൊരു വിധത്തിലുള്ള വിഷവും ആ ഭക്തനെ ബാധിക്കുന്നില്ല. അതുപോലെ ഭൂമിയിൽ തന്നെ ചെയ്യുന്ന ഈ ദുർമന്ത്രവാദത്താലൊക്കെ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങളുടെ ദോഷങ്ങളൊന്നും തന്നെ ആ ദേവീ ഭക്തനെ ബാധിക്കുന്നില്ല. അടുത്തത് ഭൂചരാ ഖേചരാഹ ച ഏവ ജലജാഹ ച ഔപദേശിക. ഭൂചര ഭൂമിയിൽ സഞ്ചരിക്കുന്നത്, ഖേചര ആകാശത്തിൽ സഞ്ചരിക്കുന്നത്, ജലജാഹ ച ജലത്തിൽ സഞ്ചരിക്കുന്ന ജീവികളിൽ നിന്നൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഉപദ്രവവും ദേവീ കവചത്താൽ സംരക്ഷിതനായ ഭക്തനെ ബാധിക്കുകയില്ല. ഇനി ഔപദേശിക എന്ന് വെച്ചാല് ക്ഷുദ്ര ദേവതകളിൽ നിന്നുള്ള ദുർദേവതകളിൽ നിന്നൊക്കെയുള്ള ആപത്തുകളൊന്നും തന്നെ ഈ ഭക്തനെ ബാധിക്കുകയില്ല. ഇനി സഹജ, അതായത് സഹജീവികള്, ബന്ധുമിത്രാദികളിൽ നിന്നുള്ള ദോഷങ്ങള്, കുലദോഷങ്ങള്, പിന്നെ മാല, ഢാകിനി, ശാകിനി, തഥാ എന്ന് വെച്ചാൽ അതുപോലെ, മാല, ഢാകിനി, ശാകിനി എന്നൊക്കെ പറയുന്നത് ക്ഷുദ്ര ദേവതകളാണ്, അതായത് ദുർദേവതകളാണ്. അവരിൽ നിന്നുമുള്ള ഒരു ദോഷങ്ങളും ദേവീ കവചത്താൽ സംരക്ഷിതനായ ഒരു ഭക്തനെ ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. 46-ാമത്തെ ശ്ലോകത്തിൽ അന്തരീക്ഷ ചരാഘോരാഹ ഢാകിന്യഃ ച മഹാബല, അതായത് അന്തരീക്ഷചാരികളായ ഘോര എന്ന് വിളിക്കുന്ന ദുർദേവതകൾ, മഹാബലശാലിയായ ഢാകിനി, ഇവയെല്ലാം ദുർദേവതകളുടെ പേരുകളാണ്. അന്തരീക്ഷചാരികളായ ഘോരകളും മഹാബലകളായ ഢാകിനികളും അതുപോലെ ഗൃഹഭൂത പിശാചാഹ ച, ഗ്രഹങ്ങളിൽ ബാധിക്കുന്ന പൈശാചികമായ ബാധകള്, അതുപോലെ ഭൂതങ്ങള്, പിശാചുക്കള്, അതുപോലെ യക്ഷഗന്ധർവ രാക്ഷസന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, രാക്ഷസന്മാർ, പിന്നെ ബ്രഹ്മ രാക്ഷസ വേതാള, ബ്രഹ്മരക്ഷസുകൾ, വേതാളങ്ങൾ, കൂഷ്മാണ്ഡാഹ ഭൈരവാദയ, കൂഷ്മാണ്ഡങ്ങൾ, ഭൈരവർ തുടങ്ങിയ ബാധകളെല്ലാം തന്നെ ദർശനാത് തസ്യ കവചേ ഹൃദി സംസ്ഥിത, ദേവീ കവചം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഭക്തനെ കാണുന്ന മാത്രയിൽ തന്നെ, ദർശനാത് തസ്യ കാണുന്ന മാത്രയിൽ തന്നെ, നശ്യന്തി നശിച്ചു പോകുന്നു എന്ന്. അപ്പോൾ എന്താ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞത്? എല്ലാ വിധത്തിലുള്ള വിഷങ്ങളും, അത് വൃക്ഷങ്ങളിൽ നിന്നായാലും കൃത്രിമമായ ഭക്ഷണത്തിൽ നിന്നായാലും നാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഏതു തരത്തിലുള്ള വിഷങ്ങളാണെങ്കിലും ഭക്തനെ
ദേവീ കവചത്താൽ സംരക്ഷിതനായ ഭക്തനെ ബാധിക്കുന്നില്ല. അതുപോലെ മന്ത്രം കൊണ്ടും യന്ത്രം കൊണ്ടും ഉണ്ടാകുന്ന ആഭിചാരങ്ങളൊന്നും തന്നെ, ആഭിചാര ക്രിയകളുടെ ദോഷങ്ങളൊന്നും തന്നെ ദേവീ കവചത്താൽ സംരക്ഷിതനായ ഭക്തനെ ബാധിക്കുകയില്ല. പിന്നെ ഭൂമിയിൽ സഞ്ചരിക്കുന്നതും ആകാശത്ത് സഞ്ചരിക്കുന്നതും ജലത്തിൽ സഞ്ചരിക്കുന്നതുമായ ജീവികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ സഹജീവികൾ, ബന്ധുമിത്രാദികളിൽ നിന്നുണ്ടാകുന്ന ദോഷം, കുലദോഷം, അതുകൂടാതെ മാല, ഡാകിനി, ശാകിനി തുടങ്ങിയ ദുർദേവതകളിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളും ദേവീ കവചത്താൽ സംരക്ഷിതനായ ഭക്തനെ ഒരിക്കലും ബാധിക്കുകയില്ല. അടുത്തത് അന്തരീക്ഷചാരികളായ ഘോരകളും മഹാബലകളായ ഡാകിനികളും ഗ്രഹങ്ങൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, രാക്ഷസന്മാർ, ബ്രഹ്മരക്ഷസുകൾ, വേതാളങ്ങൾ, കുഷ്മാണ്ഡങ്ങൾ, ഭൈരവർ തുടങ്ങിയ ബാധകളെല്ലാം ദേവീ കവചം ഉള്ളിൽ സൂക്ഷിക്കുന്നവന്റെ ദർശനമാത്രയിൽ തന്നെ നാശമടയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത്രയ്ക്കും ശ്രേഷ്ഠമായ ശക്തിവത്തായ മന്ത്രമാണ് ദേവീ കവചം. ശ്ലോകം 48. മാനോ നദിഹി ഭവേത് രാജ്ഞഃ തേജോ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സഹ അപി കീർത്തിമണ്ഡിത ഭൂതലേ. രാജ്ഞഃ രാജാക്കന്മാരിൽ നിന്നും മാനോ നദിഹി ഭവേത്, അതായത് ഈ കവചം കൊണ്ട് സംരക്ഷിതനായ ഭക്തന് രാജാക്കന്മാരിൽ നിന്നും നല്ല ബഹുമാനം ലഭിക്കുമെന്ന്. എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരിയിൽ നിന്ന് പോലും നല്ല ബഹുമതി ഈ ഒരു കവചത്താൽ സംരക്ഷിതനായ ഭക്തന് ലഭിക്കും. പിന്നെ പരം തേജോ വൃദ്ധികരം, പരമമായ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തേജസ്, ആ ഭക്തന്റെ തേജസ് വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ യശസ വർദ്ധതേ സഹ അഭി കീർത്തിമണ്ഡിത ഭൂതലേ, ഈ ഭൂമിയിൽ മുഴുവനും അവന്റെ യശസ് വർദ്ധതേ, അവന്റെ ഈ ഭൂതലത്തിൽ മുഴുക്കെ അവൻ പുകഴ്ത്തപ്പെട്ടവനായി ഭവിക്കുകയും ചെയ്യുമെന്ന്. ആ ദേവീ കവചത്താൽ സംരക്ഷിതനായ ഭക്തന്റെ കീർത്തിയും യശസ്സും ഈ ഭൂതലം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും. ശ്ലോകം 49, 50, 51 ഒരുമിച്ച് ജപിക്കാം. ജപേത് സപ്തശതീം ചണ്ഡീം കൃത്വാതു കവചം പുരാ യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സ ശൈലവന കാനനം. 50. താവത് തിഷ്ഠതി മേദിന്യാം സന്തതിഹി പുത്ര പൗത്രികി. 51. ദേഹാന്തേ പരമം സ്ഥാനം യത് സുരൈഹി അഭി ദുർലഭം പ്രാപ്നോതി പുരുഷഃ നിത്യം മഹാമായ പ്രസാദതഃ. ജപേത് സപ്തശതീ ചണ്ഡീം കൃത്വാതു കവചം പുരാ. കവചം പുരാ, ഏറ്റവും ആദ്യം ദേവീ കവചം കൃത്വ ജപിച്ചതിന് ശേഷം ജപേത് ജപിക്കണം. സപ്തശതീം ചണ്ഡീം, ഈ ചണ്ഡീം സപ്തശതിയെ ജപിക്കണമെന്ന്. ഏറ്റവും ആദ്യം ദേവീ കവചമാണ് ജപിക്കേണ്ടത്. അതിനുശേഷമാണ് ഈ ചണ്ഡീം സപ്തശതി, അതായത് ദേവീ മഹാത്മ്യം ജപിക്കേണ്ടത്. അങ്ങനെ ജപിക്കുന്നവനെ യാവത് ഭൂമണ്ഡലം തിഷ്ഠേത് സ ശൈലവന കാനനം. സ ശൈലം, സഹ എന്ന് വെച്ചാൽ കൂടെ, ശൈലം പർവ്വതം, വനം, കാനനം എന്നിവ നിറഞ്ഞ ഈ ഭൂമണ്ഡലം യാവത് എത്ര കാലം, തിഷ്ഠേത് എന്ന് വെച്ചാൽ ധരിക്കുക എന്നാണ് അർത്ഥം. അതായത് ഭഗവാൻ ആ വിരാട് സ്വരൂപനായിട്ട് ഈ പ്രപഞ്ചത്തെ, ഈ മുഴുവൻ ലോകത്തെയും തൻ്റെ ഉദരത്തിൽ ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ കിടക്കുന്നത് വരെ അനന്ത ശയനത്തിലാണ്. അപ്പോൾ ഈ ഭഗവാനാണ് ഈ ഭൂമണ്ഡലത്തെ താങ്ങി നിർത്തുന്നത്. അപ്പൊ ധരിച്ചിരിക്കുന്നത്, ആ അർത്ഥത്തിൽ നമുക്കിവിടെ ധരിക്കുക എന്ന് പറയാം. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ എത്ര കാലം ഈ ഭൂമി നിലനിൽക്കുന്നുവോ എന്നും എടുക്കാം. അപ്പൊ പർവ്വതവും കാനനവും ഒക്കെ നിറഞ്ഞ ഈ ഭൂമി, ഈ ഭൂമണ്ഡലം എത്ര കാലം നിലനിൽക്കുന്നുവോ താവത്, ആ കാലം വരെ മേദിന്യാം, ഈ ഭൂമിയിൽ സന്തതി പുത്ര പൗത്രികി, അതായത് പുത്ര പൗത്രന്മാരടങ്ങിയ അവന്റെ ആ കുലം
തിഷ്ഠതി നിലനിൽക്കുകയും ചെയ്യുന്നു. അതായത് ഒരിക്കലും ആ വംശത്തിന്, ആ കുലത്തിനൊരു നാശം സംഭവിക്കുകയില്ല എന്നർത്ഥം. അങ്ങനെ യത് സുരൈഹി അഭിദുർലഭം, ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള ആ ഒരു ദേഹാന്തേ പരമം സ്ഥാനം, ആ പരമമായ സ്ഥാനത്തിലേക്ക് മഹാമായ പ്രസാദത, അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ അവൻ എത്തിച്ചേരുന്നു എന്ന്. അതായത് ദേഹാന്തേ എന്ന് വെച്ചാൽ ദേഹവിയോഗത്തിന് ശേഷം, മരണത്തിന് ശേഷം ദേവന്മാർക്ക് പോലും ദുർലഭമായ ആ പരമമായ സ്ഥാനം, പരമം സ്ഥാനം ഏതാണോ ആ പരമമായ സ്ഥാനം, ആ സ്ഥാനത്തെ മഹാമായയുടെ പ്രസാദം കൊണ്ട് പ്രാപ്നോതി, അവന് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവീ മാഹാത്മ്യം ജപിക്കുന്നതിന് മുൻപായിട്ട് ദേവി കവചം ജപിക്കണം. അങ്ങനെ ദേവി കവചം ജപിച്ച് ശേഷം ദേവി മാഹാത്മ്യം ജപിക്കുന്നവന് എത്ര കാലം ഈ പർവ്വതങ്ങളും കാനനങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ഭൂമണ്ഡലം നിലനിൽക്കുന്നുവോ അത്രയും കാലം അവന്റെ പുത്രപൗത്രന്മാരടങ്ങിയ അവന്റെ വംശം, അവന്റെ കുലം സുരക്ഷിതമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അവസാനം അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ ഈ ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള മരണശേഷമുള്ള പരമമായ പദത്തെ, ആ മോക്ഷത്തെ അവൻ പ്രാപിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ദേവീ മാഹാത്മ്യം ജപിക്കുന്നതിന് മുൻപ് കവചം, ദേവീ കവചം ജപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഇവിടെ ഊന്നി പറയുകയാണ്. ശ്രീ വരാഹപുരാണേ ഹരിഹര ബ്രഹ്മവിരചിതം ദേവ്യാ കവചം സമാപ്തം. ഇങ്ങനെ ഭൗതികമായ എല്ലാത്തിനെയും, അതായത് ഈ ശരീരത്തിലെ സർവ്വതിനെയും, ശരീര മനോബുദ്ധിയെ പൂർണ്ണമായും ആ ദേവിക്ക്, ആ പ്രകൃതീശ്വരിക്ക് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ അവൻ ദേവീ കവചത്താൽ പൂർണ്ണ സംരക്ഷിതനായി ഭവിക്കും. ദേവീ കവചം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥമറിഞ്ഞ് ജപിക്കണം. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥമറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ മുടിനാരിഴ തൊട്ട് കാൽപാദത്തിലെ ഓരോ നഖങ്ങൾ വരെ ആ അമ്മയാൽ, ആ പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ദേവീ കവചം. അപ്പോൾ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, ആന്തരികവും ബാഹ്യവുമായ ഓരോ അവയവങ്ങളും, അതുപോലെ ഈ മനസ്സും ഈ ബുദ്ധിയും ചലിപ്പിക്കുന്ന ആ ശക്തി എന്ന് പറയുന്നത് അമ്മയുടെ ശക്തിയാണ്. അമ്മയാണ് ഇവയെ എല്ലാം സംരക്ഷിക്കുന്നതും ചലിപ്പിക്കുന്ന ശക്തിയായിരിക്കുന്നതും. ആ ഒരു ശക്തി കൊണ്ടാണ് എല്ലാവരും, സർവചരാചരങ്ങളും ഇവിടെ ഈ ഭൂമിയിൽ കർമ്മം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക. അതാണ് ദേവീ കവചത്തിന്റെ പ്രാധാന്യം. അങ്ങനെ സർവ്വതും ആ പ്രകൃതിയിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവനെ ആ പ്രകൃതി തന്നെ വഴികാട്ടുന്നു, ആ പ്രകൃതി തന്നെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഇവിടെ ദേവീ കവചം അവസാനിക്കുന്നു.